അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. അങ്ങോട്ട് വന്നേ. പറയാളിയാ. കണ്ടോ? കേരളത്തിലെ പൊതുവായ അവസ്ഥ എടുത്താൽ CPM ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നുമുള്ള സർവേകളുമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇപ്പോഴിതാ ABP പുറത്തുവിടുന്ന സർവേയിൽ LDFന് 0 എന്നുള്ളതാണ്. ഒരിടത്ത് പോലും വിജയിക്കാൻ സാധിക്കില്ല എന്ന പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എക്സിറ്റ് പോള് എന്ന് പറയുന്നത് ഒരു ഏജൻസി വർക്കാണ്. അത് വസ്തുതാപരമായി ശരിയാകണമെന്നില്ല. എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJPക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഇതുപോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ LDFന് 0 സീറ്റ്, NDA 1 സീറ്റ് തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അങ്ങനെയൊന്നും ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. രാഷ്ട്രീയ സ്ഫോടനം കേരളത്തിൽ വരുന്നതാണ്. LDFന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിക്കില്ല എന്ന് സൂചനകൾ ലഭിക്കുന്നു. മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായാലും ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.